തൊണ്ടി മുതൽ കിട്ടിയില്ല ഗൈസ്. ഇതാ അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാ ഇത്രയും നീളമുള്ള സാധനമാണ് ഗൈസ്. തൊണ്ടി അവിടെ അടിയോടെ വെട്ടിയതാ. തൊണ്ടി മുതൽ ഇവിടെ ഉണ്ട്, എവിടെയും പുറത്ത് പോകും. ഹായ് ഗൈസ്, വെൽക്കം ടു അമിയ അൺഫിൽറ്റേഡ്. അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അഗെയിൻ ബാക്ക് വിത്ത് യുവർ ഹേറ്റ് ടോപ്പിക്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ടോപ്പിക്. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ കാണുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി സംസാരിച്ച് പോകും. എനിക്കറിയാം എൻ്റെ വ്യൂവേഴ്സ് എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദയവ് ചെയ്ത് ചേച്ചി ഈ ടോപ്പിക്ക് ചെയ്യല്ലേ, ഈ ടോപ്പിക്ക് ചെയ്ത് നിങ്ങളെ സ്റ്റാൻഡേർഡ് കളയല്ലേ എന്നൊക്കെ പല ആൾക്കാരും പറയലുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ പറഞ്ഞു. ഇപ്പം ഷാജി എന്ന് പറയുന്ന വ്യക്തി കല്യാണം, വിവാഹം, വീട്, ഉമ്മ, തെറിവിളി, ക്രീം, ഡ്രസ്സ്, ഇങ്ങനെ കുറേ കാര്യത്തിൽ പോയി ഇപ്പം കളി മാറ്റി പിടിച്ചു. ഇപ്പം എത്തിയിരിക്കുന്ന എന്താ അറിയോ, ചന്ദനത്തിലാണ്. ചന്ദന മരം വെട്ടി വിക്കൽ, അവിടെയാണ് ഇപ്പം ഷാജിദയുടെ ഒരു കൺക്ലൂഷൻ എത്തിയിരിക്കുന്നത്. അപ്പം ഈ പെർട്ടിക്കുലർ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് സിനാൻ എന്ന് പറയുന്ന ആളാണ്. ആളുടെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതുപോലെ തന്നെ മുത്തു എന്ന് പറയുന്ന ആളും ഇത് റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഷാജിയാണ്. ഈ ചന്ദന മരം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, റീസെൻ്റ്ലി ഇന്നലെ ഷാജി പുതിയ വീട്ടിലോട്ട് മാറിയതിൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? കണ്ടില്ലെങ്കിൽ അതിന് മുമ്പ് വേറൊരു വീഡിയോ കാണാനുണ്ട്, അതൊന്ന് പോയി കണ്ടാലോ. ഈ വീട് എന്ന് പറയുന്നത് തള്ളന്റെ മാത്രം സ്വത്ത് മുതലൊന്നല്ല, എന്റെ അത്താന്റെ കൂടി പേർക്കുള്ള മുതലാണ്. ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്റെ അത്തയും കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ്. അതുകൊണ്ട് ഈ വീട് എനിക്ക് എന്റെ മക്കൾക്കും അവകാശം. ഞാനാണ് ഫസ്റ്റ് ആ തള്ളനെ ഉമ്മാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ടേ ആ തള്ളക്ക് അവകാശം, ഈ പറയുന്ന രണ്ട് താഴെയുള്ളവന്മാർക്ക് അവകാശമുള്ളൂ. ഞങ്ങൾ വീട് വെക്കുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് വാടകയ്ക്ക് വീടുണ്ട് വേണ്ട ഒരുത്തനെ ഞങ്ങൾക്ക് വിളിക്കണ്ട, ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ വീടുണ്ടാക്കുന്നത് വരെ ഞങ്ങൾ വീട് മാറില്ല. തള്ള വേണേ പൊയ്ക്കോട്ടെ, തള്ളേന് ആർക്കാ വേണ്ടേച്ചാൽ എടുത്തോണ്ട് പൊയ്ക്കോ. ഇങ്ങനെ കുറേ സാധനങ്ങൾ ഷാജി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഷാജീൻ്റെ വീഡിയോ ഇടുന്ന ആ ടൈം തൊട്ട് പറയുന്നതാണ്, ദയവ് ചെയ്ത് ആ വീട്ടിൽ നിന്ന് മാറി നിങ്ങൾ സ്വന്തമായിട്ട് എവിടെയെങ്കിലും വാടകയ്ക്ക് താമസിക്കൂ. അതിനുള്ള ഇൻകം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ നന്നായി യൂട്യൂബിൽ നിന്നും അല്ലാണ്ട് ബിസിനസ്സിൽ നിന്നും ഏൺ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഒരു പ്രശ്നത്തിന് വേണ്ടി ആ വീട്ടിൽ നിൽക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കൂ എന്ന് പറഞ്ഞപ്പോഴൊക്കെ ഷാജി ഒറ്റ കൊമ്പിൽ നിന്ന് ശക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആ വീട് മാറില്ല. ആ തള്ളേർ ആദ്യം തള്ള എന്ന് വിളിച്ചത് ഞാനാണെങ്കിൽ ആ വീടിന് എനിക്ക് അവകാശമുണ്ട്, മാറില്ല എന്ന് 2 ദിവസം മുമ്പ് ഇട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഇന്നലെ മെഞ്ഞാന്ന് റിയാക്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ ഷാജി വീട് മാറി. എന്ത് പരിപായം! അപ്പോൾ വീട് മാറുന്ന സമയത്ത് ചെറിയ രീതിയിലൊന്നുമല്ല മാറിയിട്ടുള്ളത്. എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്ത് തന്നെയാണ് ഷാജി വീട് മാറിയിട്ടുള്ളത്. ഭയങ്കര രസകരമായിട്ട് അതിൻ്റെ ഒരു ട്രോൾ വീഡിയോയും വന്നിട്ടുണ്ട്. ട്രോൾ വീഡിയോ ഇൻ ദ സെൻസ് വന്നിട്ടുണ്ട്, അതൊന്ന് കണ്ടുനോക്കാം. ഹലോ ഗായ്സ്, വെൽക്കം. നമ്മുടെ ഷാജിയെ ചന്ദന കേസിൽ പിടികൂടിയിട്ടുണ്ട്. വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പും എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയി. ഇതാ അവൾ നാട് വിട്ടുപോകുന്നു. ഇതാണ് ഷാജി ആളുടെ പെട്ടിയും പാണ്ടക്കെട്ടുമായിട്ട് വീട് മാറുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ ആദ്യത്തെ വീഡിയോയിലും രണ്ടാമത്തെ വീഡിയോയിലും ഈ ഒരു സാധനം പറയുന്നുണ്ട് അല്ലേ, ചന്ദനം എന്ന്. ഞാൻ എൻ്റെ വീഡിയോയിൽ അത് കറക്റ്റ് കാണിക്കുകയും ചെയ്തു. ഇത് ഷാജിയുടെ നൈബേഴ്സ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അവർ ഷെയർ ചെയ്യും, കാരണം ഷാജീൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ കുറ്റം, പരദൂഷണം, തെറിവിളി മാത്രമാണ് നടക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ പറയുന്ന സ്വന്തം ഉമ്മാനെയും കുടുംബക്കാരുമാണ്. അന്ന് ഒരു മരണം ആഘോഷിച്ച മുത്തുവിൻ്റെ അച്ഛൻ മരിച്ചേ എന്ന് പറഞ്ഞ് ആഘോഷിച്ച മുത്തു സിനാൻ എന്ന് പറയുന്ന ആളുടെ ചാനലിൽ വന്നിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഈ ചന്ദനം എന്താ വിഷയം എന്ന് വെച്ചാൽ, ഷാജി പറഞ്ഞതുപോലെ വീട്ടിലുണ്ടാവുന്ന എല്ലാ കുണ്ടാമണ്ടികളും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കാരണം എല്ലാം ഷാജീൻ്റെ സാധനമാണ്. ഷാജി പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അവിടുത്തെ വാഷിംഗ് മെഷീൻ, പിന്നെ ഗ്യാസ് സ്റ്റൗ, പിന്നെ അലമാറി എല്ലാം ആ ഉമ്മാക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ആ ഉമ്മ വെറും വീടിൻ്റെ ഉള്ളിൽ താമസിക്കുകയാണ് ചെയ്തത്. എല്ലാം എടുത്തുകൊണ്ട് പോയി. പക്ഷെ എല്ലാം എടുത്തെങ്കിലും ഷാജിക്ക് കുറച്ചും കൂടെ വേണം എന്നൊരു ത്വര മൂത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉമ്മ ഇറങ്ങിപ്പോയി. ഉമ്മാനെ കുറേ നോക്കിയിട്ടുണ്ട്. 2-3 കൊല്ലം ഉമ്മാക്ക് വേണ്ടി കുറേ പൈസയൊക്കെ ചിലവാക്കിയിട്ടുണ്ട്. അതിനിപ്പോൾ എന്തായാലും തിരിച്ച് കിട്ടുമെന്ന് തോന്നുന്നില്ല. പെട്ടെന്ന് തന്നെ ഈ വീടിൽ നിന്ന് മാറി. എന്തുകൊണ്ട് മാറി എന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. കാരണം മാറില്ല എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയി നിന്ന ആൾ എന്തുകൊണ്ട് മാറി, ഇനി ഇത് കേസായോ, ഇറക്കി വിട്ടോ, നാട്ടുകാർ തല്ലി ഒടിച്ചോ എന്നൊന്നും നമുക്ക് അറിയില്ല.
അപ്പം അങ്ങനെ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരുന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ അതാണ് ഒരു ചന്ദനമരം. ഒന്നും നോക്കിയില്ല, ആരും അറിയാണ്ട് അങ്ങ് മുറിച്ച് പീസാക്കി അങ്ങ് വെച്ചു. പക്ഷെ നടന്നില്ല, ഒത്തില്ല. കാരണം ആ ഏരിയയിലെ നാട്ടുകാരുടെ ഒരു താല്പര്യമില്ലാത്തൊരു വ്യക്തി ഷാജിദയായതുകൊണ്ട് തന്നെ അവർ വളരെ വ്യക്തമായി ഷാജിദയുടെ ഈ അന്തർദേശീയ കളികൾ കണ്ടിട്ട് അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വിളിച്ചറിയിച്ചു. ഒന്നും നോക്കിയില്ല, അവർ നേരെ ഇവിടെ വന്നു, കയ്യോടുകൂടി ചന്ദനം പൊക്കി. അതും വീഡിയോയിൽ കാണുന്നുണ്ട്, ഒന്ന് ഇതിൻ്റെ അവള് ചന്ദനവേട്ട നടത്തിയതാ, പൊക്കിയിട്ടുണ്ട്. ഇതാ ഫോറസ്റ്റുകാരുടെ വണ്ടിയാണ്, അവളെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് ഫോറസ്റ്റുകാർ. അവൾ എന്നെ നാറ്റിച്ചതല്ലേ, അവൾ എനിക്കിട്ട് പണി തന്നവളവൾ. ഇതാ ഫോറസ്റ്റുകാർ അവളുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അവൾ യൂട്യൂബറാണെന്ന് പറഞ്ഞ് എന്നിട്ട് നാറ്റിച്ചതാ. രണ്ടാമത്തെ വണ്ടിയാണ്, ഇതിപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ. തൊണ്ടി മുതൽ കിട്ടിയില്ല ഗൈസ്. ഇതാ അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാലും ചന്ദനൊക്കെ മുറിച്ച് അട്ടിയാക്കി കൊണ്ടുപോകാൻ തോന്നിയൊരു ബുദ്ധിയെ. അതിത് മുറിച്ചതും പോരെ, ഇത് ആർക്ക് കൊണ്ട് കൊടുക്കൂ? ഇപ്പോൾ അമ്മാതിരി കണക്ഷനൊക്കെ ഉള്ള ആളാണോ? പറയാൻ പറ്റില്ല കേട്ടോ. പല സ്ഥലങ്ങളിൽ പോയിട്ട് തുണിയും അതും ഇതൊക്കെ എടുത്ത് വരുന്നതുകൊണ്ട് കണക്ഷൻ ഉണ്ടാവും. എന്നാൽ ഈ പെർട്ടിക്കുലർ ലേഡീൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യണ്ടെന്നൊക്കെ കരുതി നിന്നാണ്. ഞാനിത് ചെയ്യാനുള്ളൊരു കാര്യം ഈ ചന്ദന മോഷണം കൂടെ കേട്ട സമയത്താണ് എനിക്ക് ഇവയൊരു ബുലി എന്ന് തോന്നിയത്. അങ്ങനെ നമ്മളുടെ മെയിൻ വിഷയമായ വീട്ട് കൂടൽ പരിപാടീൻ്റെ കുറച്ച് വീഡിയോകൾ വന്നിട്ടുണ്ട്, അതൊന്ന് കാണാം. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? എനിക്ക് മക്കൾക്ക് സുഖമാണ്. അപ്പൊ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടോ. പുതിയ വീട്ടിലേക്ക് മാറി. സംഭവം പാലിപ്പ് കാച്ചിനുള്ള ഇവിടെയൊക്കെ കരി ഉണ്ട് കേട്ടോ. അവര് തീ കത്തിച്ചതിന്റെ കാര്യമൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല വീടാണ്, അടിപൊളി വീടാണ്. ഞങ്ങൾക്ക് പറ്റി ഇഷ്ടവും സാധനങ്ങളൊക്കെ ഇതാ റെഡി ആക്കുന്നുള്ളൂ കേട്ടോ. എല്ലാ സാധനങ്ങളും റെഡി ആക്കണുള്ളൂ. നമ്മൾ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട്. അവരിവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് സാധനങ്ങൾ കൊടുന്നിട്ടുള്ളൂ. സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അൽമാറ കൊടുന്നു. പിന്നെ ഇത് ബാത്റൂം ഉണ്ട് കേട്ടോ. ബാത്റൂം ഇതാണ് ഷാജിയുടെ പുതിയ വീട്. വീട്ടിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഫൈനലി അങ്ങനെ ഒരു തീരുമാനം ഒരു ദിവസം ഗ്യാപ്പിൽ എടുത്തിരിക്കുകയാണ്. എന്ത് പറ്റി എന്നുള്ള കാര്യമൊന്നും അറിയില്ല. വീട്ടിലോട്ട് വരുന്ന വഴി കുറച്ച് ചന്ദനം കൊണ്ടുവരാമെന്ന് കരുതിയെങ്കിലും അത് പോലീസുകാരും ഫോറസ്റ്റുകാരും വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അതിൻ്റെ ലീഗൽ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ചന്ദനം വെട്ടിക്കൊണ്ട് പോകുന്നതിനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുമോ അല്ലെങ്കിൽ ഫൈനായി പോവുമോ എന്നൊന്നും അറിയില്ല. ഈ വീഡിയോയിൽ തന്നെ ഷാജിദ വളരെ പെർഫെക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ എത്താൻ ലേറ്റായി, അതിന് കാരണം എൻ്റെ കൂടെ നിന്ന ആൾക്കാർ എനിക്ക് പണി തന്നു എന്നാണ്. എൻ്റെ വിശ്വാസപ്രകാരം അവർ പണി എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ഈ ചന്ദന ഇടപാട് വന്ന് പിടിച്ചതിൻ്റെ ആയിരിക്കും. കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ പെരുമാറ്റം അതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ പണി കിട്ടാമെന്ന് നോക്കിയിരിക്കുന്ന നാട്ടുകാരാണ്. അങ്ങനെ ഫൈനലി ഞാൻ ശ്രദ്ധയിൽപ്പെട്ട ഒരു കമൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ഞാൻ ഈ വിഷയം ഇട്ട സമയത്ത് അത്യാവശ്യം കുറേ പേര് എന്ന് വെച്ചാൽ അച്ഛനെയും അമ്മേനെയും ഒക്കെ സ്നേഹിക്കുന്ന കുറേ പേര് എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ട് അവർ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയാൻ പാടുമോ, സ്വന്തം ഉമ്മാൻ്റെ അടുത്ത് ഇത് വളരെ മോശമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലൊരു കമൻറ്റ് ഷാജിദയ്ക്ക് കിട്ടി. ഷാജിദ നല്ല അടിപൊളിയായി മറുപടി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടോ? ഇല്ലെങ്കിൽ ഞാനത് സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ പറയുന്നുള്ളൂ. ഇനിയെങ്കിലും ഉമ്മാനോട് പൊരുത്തം വാങ്ങി ജീവിക്കൂ എന്ന് പറയുന്നു. ഷാജിദ് റിപ്ലൈ കൊടുക്കുന്നു, പോടാ ഡാഷ്. ആ വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ കമൻ്റ് ഒന്ന് ഷൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതാണ് ഷാജിൻ്റെ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്തൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയൊന്നും കുലുങ്ങില്ല. അങ്ങനെ പിന്നെ എനിക്ക് ഷാജിൻ്റെ വീഡിയോയിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി റിയാക്ട് ചെയ്തതാണ്. ഷാജിദയുടെ ഒരു റിലേറ്റീവ് എന്ന് വെച്ചാൽ പുള്ളിക്കാർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളൊരു കഥാപാത്രം ഉണ്ടായിരുന്നു, മുത്തു എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ ചാനലിൽ ആൾ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ്. കാരണം മുത്തോടെ ഉപ്പ മരിച്ച സമയത്ത് അതിനെ കടന്ന് ആഘോഷിച്ചു. മുത്തു നിൻ്റെ ഉപ്പ മരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മരണത്തെ കടന്ന് എന്താ പറയുക, എന്തോ ഒരു അടിപൊളി പരിപാടി പോലെ ആഘോഷിച്ചിരുന്നു. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടിട്ട് മുത്തു സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ പണ്ട് നമുക്ക് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ വേഗം അവസാനിപ്പിക്കാം. പിന്നെ എല്ലാവരും ഷാജിദ ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും കാണുന്നത്. അവൾ പറയണ പറച്ചൽ എന്തെല്ലാം എന്ന് നിങ്ങളെല്ലാവരും അറിയണം. എൻ്റെ മരിച്ചുപോയ ഉപ്പാനെയും എൻ്റെ പെങ്ങന്മാരെയും ഉമ്മാനെയും എന്തെല്ലാം വർത്താനം അവൾ പറയുന്നു. ഇതിനൊക്കെ ഒരു തിരിച്ചടി കൊടുക്കണ്ടേ? ഷാജി നീ വെയിറ്റ് ചെയ്യിട്ടോ. ഇതിനുള്ള മറുപടി നിനക്ക് 100ഓളം മറുപടികൾ വരും. നീ വെയിറ്റ് ചെയ്യും. പിന്നെ അതേപോലെ എൻ്റെ ഉപ്പ നെഞ്ഞുരുകി ഞാൻ കൊന്നു നെഞ്ഞുരുകി ചത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഉപ്പാക്ക് സത്യം പറഞ്ഞ സൈലന്റ് അറ്റാക്കാണ്. എൻ്റെ ഉപ്പ രാത്രി 8:30 ആകുമ്പോൾ പണിക്ക് പോയി
9:30 ആകുമ്പോഴത്തേനും എൻ്റെ ഒപ്പം മരിച്ചു. ഹോസ്പിറ്റലിൽ എത്തിയില്ല, അതിന് മുന്നേ മരിച്ചു. ജീവിതമാകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ഷാജിയ, നിന്നെപ്പോലത്തെ പ്രശ്നങ്ങൾ എന്തായാലും എൻ്റെ കുടുംബത്തിലില്ല. എൻ്റെ കുടുംബത്തിൽ നിന്നേക്കാളും സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സമാധാനമല്ല. എൻ്റെ ഇപ്പോൾ പോയത് വേറൊരു കാര്യം, ഇപ്പോൾ പോയതിൻ്റെ പിന്നാലെ നിൻ്റെ ഈ പറച്ചിൽ വേറെ. എല്ലാം കൊണ്ടും തളർന്നിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഉമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത്. അവൾ ഇന്നെല്ലാം വർത്താനം പറഞ്ഞ് അപ്പം തുടങ്ങിയത് എൻ്റെ ഉമ്മക്ക് വയ്യായി. ഇപ്പോൾ പത്തിരിപ്പാലം മിത്ര എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. നിനക്കിതിനുള്ളത് ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളൊരു കാര്യം, കൊടുത്താൽ പണി കൊല്ലത്തും കിട്ടും. ഷാജിദ, നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ കാര്യങ്ങൾക്കുള്ള എല്ലാത്തിനുള്ള പണി 100% പൂർവാധികം ശക്തിയോടുകൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, തിരിച്ച് കിട്ടും, അല്ലെങ്കിൽ കിട്ടിയിരിക്കും. ആരും അറിയാണ്ട് നൈസായിട്ട് ചന്ദനം കടത്താമെന്ന് കരുതിയല്ലേ പിടിച്ചില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടായി, നിങ്ങൾക്ക് ഇനി ഒരാളെയും ഇതാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളതായ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് നന്നായി ജീവിക്കാൻ ശ്രമിക്കുക. ഈ യൂട്യൂബ് എന്ന് പറയുന്നത് കുടുംബക്കാരെ കുറ്റം പറയാനും തെറി വിളിക്കാനുള്ളൊരു സ്പേസ് അല്ലാണ്ട് നല്ല നല്ല കണ്ടൻറ്റുകളോ വ്ളോഗ്സുകളോ ട്രാവൽ വ്ളോഗ്സുകളോ ബിസിനസ് വ്ളോഗ്സുകളോ ഒക്കെ ചെയ്തുകൊണ്ടിട്ട് ജീവിതം ഇനിയെങ്കിലും നന്നായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.